أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا جاءكم المؤمنات مهاجرات فامتحنوهن الله أعلم بإيمانهن فإن علمتموهن مؤمنات فلا ترجعوهن إلى الكفار لا هن حل لهم ولا هم يحلون لهن وآتوهم ما أنفقوا ولا جناح عليكم أن تنكحوهن إذا آتيتموهن أجورهن ولا تمسكوا بعصم الكوافر واسألوا ما أنفقتم وليسألوا ما أنفقوا ذلكم حكم الله يحكم بينكم والله عليم حكيم. وإن فاتكم شيء من أزواجكم إلى الكفار فعاقبتم فآتوا الذين ذهبت أزواجهم مثل ما أنفقوا واتقوا الله الذي أنتم به مؤمنون صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുംതഹനയുടെ 10-11 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്തിൻ ഫംതഹിനൂഹുന്ന അല്ലാഹു അഅലമു ബിഈമാനിഹിന്ന. യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു, നിങ്ങളുടെ അടുത്തേക്ക് സത്യവിശ്വാസിനികളായ സ്ത്രീകൾ വന്നാൽ, മുഹാജിറാത്തിൻ, അഭയാർത്ഥികളായിട്ട്. സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുക്കലേക്ക് സത്യവിശ്വാസിനികളായ സ്ത്രീകൾ അഭയാർത്ഥികളായി വരികയാണെങ്കിൽ, ഫംതഹിനൂഹുന്ന, നിങ്ങളവരെ പരിശോധിക്കണം, അവരെ നിങ്ങൾ പരീക്ഷിക്കണം. അല്ലാഹു അഅലമു ബിഈമാനിഹിന്ന, അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ച് അള്ളാഹുവിന് വ്യക്തമായി അറിവുണ്ട്. അല്ലാഹു അഅലമു ബിഈമാനിഹിന്ന, അവരുടെ വിശ്വാസം സംബന്ധിച്ച് അള്ളാഹുവിന് നന്നായി അറിയാം. ഫൈൻ അലിംതുമൂഹുന്ന മുഅ്മിനാത്തി, അവർ വിശ്വാസിനികളാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ, ഫൈൻ അലിംതുമൂഹുന്ന, നിങ്ങൾക്ക് മനസ്സിലായാൽ അവരെ സംബന്ധിച്ച് മുഅ്മിനാത്തിൻ, വിശ്വാസിനികളാണ് എന്ന്, ഫലാ തർജിഉഹുന്ന, നിങ്ങളവരെ മടക്കി അയക്കരുത് ഇലൽ കുഫാരി, സത്യനിഷേധികളായ ആളുകളുടെ അടുത്തേക്ക്. അവർ വിശ്വാസിനികളാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങളവരെ കാഫിറുകളായ ആളുകളുടെ അടുത്തേക്ക് മടക്കി അയക്കരുത്. വലാഹുന്ന ഹില്ലുല്ലഹും, അവർ അഥവാ ഈ സത്യവിശ്വാസികളായ സ്ത്രീകൾ മറ്റേ പുരുഷന്മാർക്ക് അനുവദനീയമല്ല. വലാഹും യഹല്ലൂന ലഹുന്ന, അതേപോലെ തന്നെ അവർക്ക് ഇവരും അതുപോലെ തന്നെ അനുവദനീയമല്ല. ആ സ്ത്രീകൾക്ക് ഈ പുരുഷന്മാരും അനുവദനീയമല്ല, ആ പുരുഷന്മാർ ഈ സ്ത്രീകൾക്കും അനുവദനീയമല്ല. വആതൂഹും മാ അൻഫഖു, അവരെന്താണോ ചിലവഴിച്ചത് അത് അവർക്ക് നൽകുക, അവർക്ക് ചിലവായത് അവർക്ക് തിരിച്ചു നൽകുക. വലാ ജുനാഹ അലൈക്കും, നിങ്ങളുടെ മേൽ കുറ്റമില്ല, അൻ തൻകിഹുന്ന, അവരെ നിക്കാഹ് ചെയ്യുന്നതിൽ, അവരെ വിവാഹം ചെയ്യുന്നതിൽ. ഇദാ ആതൈതുമൂഹുന്ന ഉജൂറഹുന്ന, അവർക്ക് നിങ്ങൾ വിവാഹമൂല്യം നൽകുകയാണെങ്കിൽ, അവർക്ക് നിങ്ങൾ വിവാഹമൂല്യം നൽകി അവരെ സ്വീകരിക്കുകയാണെങ്കിൽ തെറ്റില്ല. വലാ തുംസിക്കു ബി അസമിൽ കവാഫിരി, കാഫിറുകളായ സ്ത്രീകളെ നിങ്ങൾ
പിടിച്ചു വെക്കരുത്. നിങ്ങൾ സത്യനിഷേധിനികളായ സ്ത്രീകളെ, അവിശ്വാസിനികളായ ആളുകളെ നിങ്ങൾ ഒരിക്കലും തന്നെ മുറുകെ പിടിച്ച് വെക്കാൻ പാടില്ല. വസ്അലു മാ അംഫഖ്തും, വസ്അലു നിങ്ങൾ ചോദിക്കുക, മാ അംഫഖ്തും നിങ്ങൾക്ക് ചിലവായത്, വലിയ അസ്അലു മാ അംഫഖു അവർക്ക് ചിലവായത് അവരും ചോദിച്ചു കൊള്ളട്ടെ. നിങ്ങളെന്താണോ നിങ്ങൾക്ക് ചിലവായത് നിങ്ങൾ ചോദിച്ചു വാങ്ങുക, അവർക്ക് ചിലവായത് അവരും വാങ്ങിക്കോട്ടെ. ദാലിക്കും ഹുക്മുല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ്. ദാലിക്കും ഹുക്മുല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ്. യഹ്കുമു ബൈനക്കും, നിങ്ങൾക്കിടയിൽ അള്ളാഹു വിധി പറയുന്നു. വല്ലാഹു അലീമുൻ, അള്ളാഹു അറിയുന്നവനാണ്. ഹക്കീം, സ്തുത്യർഹനുമാണ്. ഫൈൻ ഫാത്തക്കും ഷൈഉൻ മിൻ അസ്വാജിക്കും, നിങ്ങളുടെ ഭാര്യമാരിൽ വല്ലവരും അവിശ്വാസികളായി തിരിച്ചു പോവുകയാണ് എങ്കിൽ, ഫൈൻ ഫാത്തക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് എങ്കിൽ, ഷൈഉൻ വല്ലവരും മിൻ അസ്വാജിക്കും നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, ഇലൽ കുഫാരി സത്യനിഷേധികളായിട്ട്, അവിശ്വാസികളായിട്ട്, ഫആഖബത്തും അങ്ങനെ നിങ്ങൾ അനന്തര നടപടികൾ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഫആഖബത്തും നിങ്ങൾ അനന്തര നടപടി എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഫൗത്തുല്ലദീന ദഹബത്ത് അസ്വാജുഹും സ്ത്രീകൾ നഷ്ടപ്പെട്ടവർക്ക് നിങ്ങൾ നൽകുക, സ്ത്രീകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ നൽകുക, മിസ്ലമാ അംഫഖു അവർക്ക് ചിലവായതെന്തോ അത്, അവർക്ക് ചിലവായത് അവർക്ക് തിരിച്ചു കൊടുക്കുക. വത്തഖുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അല്ലദീ അൻതും ബിഹി മുഅ്മിനൂൻ നിങ്ങൾ ഏതൊരു അള്ളാഹുവിലാണോ വിശ്വസിക്കുന്നത് ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും വേണം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ ആളുകൾ പാലിക്കേണ്ട ചില മര്യാദകൾ സൂചിപ്പിക്കണം. ശത്രുത കാണിക്കുന്ന ആളുകൾ അവർ ശത്രുത ഉപേക്ഷിച്ച് വിശ്വാസിയാവുകയാണ് എങ്കിൽ അള്ളാഹു അവരുടെ അവസ്ഥ അതപ്പടി അള്ളാഹു സ്വീകരിക്കുന്നതാണ്. ഇനി സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ അടുത്തേക്ക് സ്ത്രീകൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ, അതായത് ഇത് ഇറങ്ങുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ്. ഹുദൈബിയ സന്ധിക്ക് ശേഷം ചില ആളുകൾ, ചില സ്ത്രീകൾ വിശ്വസിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെല്ലുകയുണ്ടായി. അപ്പോൾ അവരുടെ ഭർത്താക്കന്മാർ അവിടെ വന്നിട്ട് നിങ്ങളവരെ സ്വീകരിക്കാൻ പാടില്ല, കാരണം നമ്മൾ എഴുതിയിട്ടുള്ള റെക്കോർഡ്, അതായത് ആരെങ്കിലും വിശ്വാസിയായി മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്നാൽ സ്വീകരിക്കാൻ പാടില്ല എന്നും, നേരെ മറിച്ച് ആരെങ്കിലും മദീനയിൽ നിന്ന് അവിശ്വാസിയായി മക്കയിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവരെ സ്വീകരിക്കാമെന്നുമായിരുന്നു നിയമം. ആ നിയമം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സത്യനിഷേധികളായ ആളുകൾ സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ആണുങ്ങൾ തമ്മിലുള്ളതാണ്, സ്ത്രീകളെ സംബന്ധിച്ച് ഇങ്ങനെയാണ് ഇസ്ലാമിൻ്റെ വിധിയെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിരുന്നത്. ആ സ്ത്രീകളെ നിങ്ങൾ, അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ വരികയാണെന്ന് വിചാരിച്ചാൽ ആ സ്ത്രീകളെ നിങ്ങൾ പരിശോധിക്കണം അഥവാ പരീക്ഷിക്കണം. അവരോട് ചില കാര്യങ്ങൾ സത്യം ചെയ്യാൻ വേണ്ടി പറയണം. എന്താണ് സത്യം ചെയ്യേണ്ടത്? അള്ളാഹുവാണ് സത്യം, അവനല്ലാതെ ഒരു ആരാധ്യനും എനിക്കില്ല. ഞാൻ ഭർത്താവിനോട് പിണങ്ങി വന്നവളല്ല, സത്യം. മറ്റൊരു നാട് തേടി വന്നതുമല്ല, സത്യം. ദുനിയാവല്ല എൻ്റെ ലക്ഷ്യം, സത്യം. അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടുമുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്, സത്യം. ഇങ്ങനെ ഒരു സ്ത്രീ പരസ്യമായി പറഞ്ഞാൽ തുടർന്ന് അവളുടെ ഉത്തരവാദിത്തം അള്ളാഹുവിനാകുന്നു. ഇങ്ങനെയാണ് ഫംതഹിനൂഹുന്ന നിങ്ങളവരെ പരീക്ഷിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ആ പരീക്ഷണത്തിൽ അവർ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവരുടെ ഭർത്താക്കന്മാർക്ക്, കാഫിറായ ഭർത്താക്കന്മാർക്ക് അവർ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിക്കാൻ ഇവിടെ മുസ്ലിമായി ജീവിക്കാൻ അനുവാദം ഉള്ളവളാണ്. ഇനി അവളെ വിശ്വാസിയായ ഒരാൾ മഹർ കൊടുത്ത് വിവാഹം ചെയ്യുകയാണെങ്കിൽ അവരെ ആ രൂപത്തിൽ സ്വീകരിക്കാനും ഇസ്ലാം അവർക്ക് സന്ദർഭം നൽകുന്നു എന്നർത്ഥം. ഇതാണ് ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇനി അത് കഴിഞ്ഞാൽ അവർ പറയാണ്, ഞങ്ങൾ ഇത്ര മഹർ കൊടുത്തിട്ടുണ്ട്, ആ മഹർ തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടാൽ ആ മഹർ ഇവർ കൊടുത്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ പൂർത്തിയായി കൊടുക്കണം. അതേപോലെ തന്നെ ഒരു സ്ത്രീ ഇറങ്ങിപ്പോവുകയാണെന്ന് വെച്ചാൽ അവരുടെ മഹറും അതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ച് കിട്ടേണ്ടതാണെന്ന് വെച്ചാൽ അതേ രൂപത്തിൽ തിരിച്ച് വാങ്ങുകയും വേണം. ഇതാണ് അള്ളാഹുവിൻ്റെ വിധി എന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തണം. രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് വൈം ഫാത്തക്കും ഷൈഉം മിൻ അസ്വാജിക്കും ഇലൽ കുഫാരി,
ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരെ നഷ്ടപ്പെടുകയാണ്, വിശ്വാസിയായ ഭാര്യയെ നഷ്ടപ്പെടുകയാണ്, അവർ അവിശ്വാസികളുടെ കൂടെ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ അപ്പോഴും ചെയ്യേണ്ടത് എന്താ? അവർ തുടർ നടപടികൾ നിങ്ങൾ സ്വീകരിക്കുന്ന പക്ഷം ഫൗത്തുല്ലദീന ദഹബത്ത് അസ്വാജും മിസ്ലമാം ഫക്കും. ഭാര്യമാർ നഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് അവരെന്താണോ നേരത്തെ ചിലവഴിച്ചത്, അവരെന്താണോ മഹർ കൊടുത്തത്, ആ മഹർ തിരിച്ചു കൊടുക്കുക. എന്നിട്ട് വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കാം. അങ്ങനെ ആ സ്ത്രീകൾ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവരവരുടെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് തീരുമാനിക്കണം. ഈ സമയത്ത് വിശ്വാസി ആയിട്ടുള്ള ഒരൊറ്റ സ്ത്രീ മാത്രമേ അവിശ്വാസികളുടെ കൂടെ പോയിട്ടുള്ളൂ എന്നുള്ളതാണ്. അബൂ സുഫിയാൻ്റെ മകള് ഉമ്മു ഹക്കമിൻ്റെ കാര്യത്തിലാണ് ഇത് അവതരിച്ചിട്ടുള്ളത്. അവർ മുർത്തദ്ദായിട്ട് അഥവാ മതത്തിൽ നിന്ന് മാറിയിട്ട് മക്കയിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അബ്ബാസിബിന് തമീമുൽ ഖുറൈശി ആയിരുന്നു അവരുടെ ഭർത്താവ്. അങ്ങനെ ഖുറൈശികളിൽ നിന്ന് അവരല്ലാതെ വേറെ ആരും തന്നെ ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്ക് പോയിട്ടില്ല. പക്ഷേ അതേസമയം അവർ തന്നെയും പിന്നീട് അവസാനം അവിടെ മതിയാക്കിയിട്ട് വിശ്വാസികളുടെ പാളയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ഉണ്ടായത് എന്നും ചരിത്രം മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ വിധി അതെന്താണോ അത് മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോവുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.